ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിലെ കേരള ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര. ഉത്തരം പുരളിമല. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര പുരളിമല. അടുത്ത ചോദ്യം, കരിമണ്ണിലെ പ്രധാന വിള. കരിമണ്ണിലെ പ്രധാന വിള. ഉത്തരം നെല്ല്. കരിമണ്ണിലെ പ്രധാന വിള നെല്ല്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം. ഉത്തരം പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര പുരളിമല. കരിമണ്ണിലെ പ്രധാന വിള നെല്ല്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം ഉള്ള ഭൂവിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം ഉള്ള ഭൂവിഭാഗം ഏത്? ഉത്തരം ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏത്? ഇടനാട്. അടുത്ത ചോദ്യം, തീരപ്രദേശത്തെ പ്രധാന കൃഷി. തീരപ്രദേശത്തെ പ്രധാന കൃഷി. ഉത്തരം നെല്ല്. തീരപ്രദേശത്തെ പ്രധാന കൃഷി നെല്ല്. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്? കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്? ഉത്തരം 7. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്? 7. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏത്? ഇടനാട്. തീരദേശത്തെ പ്രധാന കൃഷി നെല്ല്. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്? 7. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം. ഉത്തരം മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം മലനാട്. അടുത്ത ചോദ്യം, തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം. ഉത്തരം മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം മലനാട്. അടുത്ത ചോദ്യം, ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഉത്തരം ചോല നായ്ക്കന്മാർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോല നായ്ക്കന്മാർ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം മലനാട്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോല നായ്ക്കന്മാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം. ഉത്തരം ഉരുൾപൊട്ടൽ. കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ. അടുത്ത ചോദ്യം, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം. ഉത്തരം ഇടനാട്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാട്. അടുത്ത ചോദ്യം, കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ. ഉത്തരം തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ ഏതാണ്? തിരുവനന്തപുരവും നെയ്യാറ്റിൻകരയും. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാട്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം, കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ. ഉത്തരം ആലപ്പുഴ, കോട്ടയം. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം. അടുത്ത ചോദ്യം, അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം. ഉത്തരം തീരദേശ എക്കൽ. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ. അടുത്ത ചോദ്യം, അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം. ഉത്തരം കരപ്പാടം മണ്ണിനം. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം കരപ്പാടം മണ്ണിനം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം കരപ്പാടം മണ്ണിനം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പി എസ് സി ബുള്ളറ്റിനിലെ പി എസ് സി എക്സാമിന് തുടർച്ചയായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ പോയിൻറ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. താങ്ക്